ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ ഒരു അടയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നാളെ വാവാണല്ലോ, അപ്പോൾ വാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വാവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അട ഉണ്ടാക്കാനേ നമ്മളിവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അരക്കപ്പ് ശർക്കരയും അരക്കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. മാവ് കുഴച്ചിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് അതിൽ അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അരിപ്പൊടി നന്നായി കുഴച്ച് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ശർക്കരയും തേങ്ങയും ഈ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനായി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ വാഴയിലയിലാണ് അട ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെക്കുക. മാവെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് വെച്ച മാവിൽ നിന്ന് നമ്മളൊരു ചെറിയ ബോൾസായി എടുക്കുക. അത് ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വളരെ കനം കുറച്ച് മാവെല്ലാം ഇലയിലേക്ക് പരത്തി കൊടുക്കുക. നല്ലതായി പരത്തി കൊടുക്കുക മാവെല്ലാം. മാവെല്ലാം ഇവിടെ പരത്തി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. തേങ്ങയുടെയും ശർക്കരയുടെയും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള മിശ്രിതം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മുടെ മധുരത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ അത്യാവശ്യം നന്നായി വെക്കുന്നുണ്ട്. കൂടുതൽ തേങ്ങയും ശർക്കരയുള്ള ഈ മിക്സ് വെക്കുന്തോറും അടയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരമൊക്കെ എല്ലാവരുടെയും സ്വന്തം ചോയ്സാണ്. ഇതെല്ലാം ഇങ്ങനെ നന്നായി തേച്ച് കൊടുക്കുക. ഇല ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. നെക്സ്റ്റ് ഈ അട നമുക്ക് പുഴുങ്ങിയെടുക്കണം. അട പുഴുങ്ങിയെടുക്കാനായി ഞാൻ ഇഡ്ഡലിക്കുട്ടൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ അടയും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വാവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വാവട ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇലയൊന്ന് മാറ്റി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്കിത് വാവിനുണ്ടാക്കുന്നതുകൊണ്ട് വാവട എന്നറിയപ്പെടുന്നു. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിനും 4 മണി പലഹാരമായും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ആവിയിൽ പുഴുങ്ങുന്ന പലഹാരമായതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്